വെൽക്കം ടു നിലമ്പൂർ തേക്ക് വുഡ് ആൻഡ് ഫർണിച്ചർ. ഇന്ന് നമ്മൾ റിവ്യൂമായി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ 2 ഡോർ അലമാരയാണ്. തേക്കിൽ നിർമ്മിച്ച 2 ഡോർ അലമാര. ഇത് നമ്മൾ ഇതിന് മുന്നൊരു 5 അടി അലമാര ചെയ്തിരുന്നു. ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ട വേറൊരു മോഡലാണ് ഇത്. അതിലേറെ കൂടുതൽ സ്പേസ് ഉണ്ട് ഉള്ളിൽ. ഇത് നമുക്ക് റിവ്യൂ പറയുമ്പോൾ അതൊക്കെ പറയാം. ഇനി നമുക്ക് അലമാരൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുന്നു നോക്കാം. ഉൾവശം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. 2 ഡോറിൻ്റെ ഉൾവശം വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതാ, ഇവിടെ ഒരു ഹാങ്ങിങ് സ്പേസ് ആണ് ഇവിടെ ഇരുന്നത്. നമുക്ക് ഷർട്ട് അങ്ങനെ എല്ലാമൊക്കെ ഹാങ് ചെയ്തിടാനാണ് ഇവിടെ ഇരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ്, ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയി ഇവിടെ ഒരു തട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യും കേട്ടോ. നിങ്ങൾ പറയുന്നതിനനുസരിച്ചാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്പേസ് വരും, ഇവിടെ ഒരു സ്പേസ് വരും. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരാൾക്ക് ഉഷാറായി കയറി ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ് വലിപ്പ്. ഇവിടെ വലിപ്പിൻ്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല. മീൻസ് ഇതിൻ്റെ ഉള്ളിൽ സീലർ അടിക്കാണ്ട്, പിന്നെ ഹാൻഡിൽ വെക്കാണ്ട്, പിന്നെ ഇതിന് കീ ഹോള് വെക്കും വെടി. ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത്. ഇതിന്റെ എന്ന് വെച്ചാൽ നമ്മൾ ഈ അലമാരിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഹൈറ്റ് കണ്ടു. ഇത് 81 ഇഞ്ച് ഹൈറ്റ്. നമ്മൾ മറ്റേ അലമാര നമ്മൾ ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 81 ഇഞ്ച് ഹൈറ്റ് വരുന്ന അലമാര. പക്ഷെ അതിന് ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. ഇവിടെ ഒരു ഇരിപ്പുണ്ടായിരുന്നു, ഇതിന് ഇരിപ്പില്ല. അപ്പോൾ ഇതിന് കൂടുതൽ സ്പേസ് കിട്ടും. എങ്ങനെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാനുള്ള കൂടുതൽ സ്പേസ് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ പറഞ്ഞുണ്ടാക്കിയതാണ്. ഇതിൻ്റെ സൈഡ് വലക വരുന്നത് 3/4 ഇഞ്ച് കനാണ്. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത് പണിയെടുത്തപ്പോൾ എനിക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഒരൊറ്റ ഇത് മാത്രമേ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, ഒരു വീഡിയോ. അതിന് അർജൻറ്റിൽ പെട്ടെന്ന് എടുത്തായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ കണ്ടില്ലേ, ഡോറിൻ്റെ പലകയൊക്കെ കണ്ടില്ലേ, നമ്മളിത് പക്കയായിരിക്കും സാധനം. അതിനൊരു കോംപ്രമൈസ് ഉണ്ടാവില്ല. കാതൽ ഈ കണ്ടില്ലേ, ഈ കാതലുണ്ടാവും, നല്ല കാതൽ. പിന്നെ നമുക്ക് സൈഡ് പലകയൊക്കെ കാട്ടിത്തരാം ഇതിന്റെ എങ്ങനെ പ്രത്യേകത. അപ്പൊ നമ്മളെ അലമാരന്റെ ബാക്ക് വശമാണ് ഇത് വരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഇത്ര വീതിയിലും ഇതിലൊക്കെയാണ് പലക വരിക. ഹൈറ്റ് കണ്ടില്ലേ, ഞാൻ തന്നെ ഒരു 6 അടിന്റെ അടുത്ത് ഹൈറ്റിലെ ആളാ. പക്ഷെ ഇതിന്റെ എത്ര ഹൈറ്റ് ഉണ്ട് നോക്കൂ ഈ അലമാര. ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഇതിന്റെ ഉള്ളിലുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് സാധാരണ മറ്റേ മോഡൽസ് വാങ്ങുന്നതിലാരെയും യൂട്ടിലിറ്റി ഉണ്ടാവുക ഈ മോഡൽ വാങ്ങുന്നതിനനുസരിച്ചാണ്. നമുക്കിനി ഈ അലമാരന്ന് ഫ്രണ്ട് വശം സൈഡ് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡ് വലകൻ്റെ ഗ്രൈൻസ് ആണെങ്കിൽ നല്ല കനാണ്. തിരിക്കണമെങ്കിൽ 4 ആൾ വേണം. ഇതാണ് നമ്മളെ സൈഡ് വരുന്നത്. സൈഡ് വലക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൊടുത്ത് നിങ്ങൾക്ക് അറിയും. നമ്മൾ 3/4 ഇഞ്ച് കനാണ് കൊടുത്തത്. ഇത് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞുകൊണ്ട് കൊടുത്താണ് 3/4 ഇഞ്ച്. ഇല്ലെങ്കിൽ നമ്മൾ നോർമലി ഇതാവുമ്പോൾ നമ്മൾ 1/2 ഇഞ്ചാണ് പലക കൊടുക്കാറ്. 1/2 ഇഞ്ച് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും കേട്ടോ. അങ്ങനെയാണ്. ഇപ്പോൾ കസ്റ്റമർ 3/4 ഇഞ്ച് വേണമെന്നുണ്ടോണ്ട് അങ്ങനെ പറഞ്ഞത്. അത് ഒരു 2 അലമാരൻ്റെ പ്രൈസ് വരുന്നുണ്ട് ഈ അലമാരക്ക്. കാരണം എന്താ വെച്ചാൽ 3/4 ഇഞ്ച് അപ്പുറം ഇപ്പുറം വരുന്നുണ്ട്. പിന്നെ കുറേ മാറ്റങ്ങളുണ്ട് ഇതിൽ എത്താൻ ഇനിയും. അതുകൊണ്ടൊക്കെയാണ് ഇത്ര പ്രൈസ് വരുന്നത്. 2 അലമാര മീൻസ് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു അലമാരൻ്റെ പൈസ തന്നെ ആവുള്ളൂ. നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഇതിനനുസരിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ ഇതന്നെ കണ്ടില്ല, ഇത് നോക്കി. നമ്മളെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സൈഡ് വലകൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട ഒക്കെ ഒരു വലകയായിട്ടാണ് തോന്നുക. ഒക്കെ ഒരേ ഡിസൈന്. നമ്മൾ പരമാവധി മാക്സിമം ഒരു മരത്തിൻ്റെ തന്നെ ഒരു സാധനത്തിന് കൊടുക്കാൻ നോക്കും. അപ്പോൾ ഗ്രൈൻസ്, ഇപ്പോൾ ഈ ഗ്രൈൻസ് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഒരേപോലെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് തന്നെ തിരിച്ചു വെക്കാം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് കേട്ടോ. ഓവറോൾ ലുക്ക് ഒന്ന് നോക്കി നിങ്ങൾ. ഇത് ഈ ബോക്സ് ഇവിടെ ഇപ്പോൾ ഈ പോസ്റ്റ് ടൈപ്പ് വരുന്നത്. നമ്മൾ പോസ്റ്റ് എന്നാ പറയാ. കണ്ടില്ലേ, 3 ഇഞ്ച് നമ്മളത് ഉണ്ടാവുക. എല്ലാം കട്ടിയിലും കിണത്തിലുമാണ് നമ്മൾ കൊടുക്കാറ്. 3 ഇഞ്ച് ഉണ്ടാവും ഇവിടെ ഈ കനം. ഇതിങ്ങനെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ വരെ ഉണ്ടാവും.
താഴെ വരെ ഇങ്ങനെ പോവും. ഈ മോഡലിലാണ് നമ്മൾ കഴിഞ്ഞതിൽ കസ്റ്റമേഴ്സിന് ടിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് ഇങ്ങനത്തെ മോഡലുകൾ ഷോപ്പിൽ പോയി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, നമ്മളിങ്ങനെ തുറന്നിട്ടിട്ട് ഇതിലാണ് കൂടുതലായി ഉപകാരപ്പെടുക. ഇവിടെ വരിക, ഇതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് നോക്കുക. എന്തായാലും ഞാൻ പറഞ്ഞ 100% നിങ്ങൾ കൈയിട്ട് നോക്കി അതിൻ്റെ ഉള്ളിലേക്ക് പോവും. മിക്ക അലമാരൻ്റെ എനിക്കറിയാം, ഞാൻ കണ്ടുകിടും കുറേ ആൾക്കാർ. നമ്മളിതിവിടെ 5 ഇഞ്ച് വീതിയിലാണ് കൊടുക്കുന്നത്, 3/4 ഇഞ്ച് കനം. ഇവിടെ ഇപ്പോൾ മറിഞ്ഞു പോകുന്നില്ല രീതിയിൽ അങ്ങനെ നമ്മൾ കളയണമെന്നില്ല. അതാണ് നമ്മളെ ഇതിൻ്റെ പ്രത്യേകത വരുന്നത് കേട്ടോ. ഇതാക്കണത് കണ്ടോളി. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഒരു വട്ടം കാണിച്ചു തന്നാലും നിങ്ങൾ കണ്ടോളൂ. പിന്നെ നമുക്ക് ആണെങ്കിൽ ഇവിടെ ഇത് വരുമ്പോൾ നമുക്ക് വുഡിൻ്റെ ഹാൻഡിൽ ഉണ്ടല്ലോ. ഹാൻഡിൽ നമുക്ക് വുഡിൻ്റെ വെക്കുക, സ്റ്റീലിൻ്റെ വെക്കുക. അത് നമുക്ക് കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ചട്ടം, ഈ ഡോറിൻ്റെ ചട്ടം വരുന്നത് 3 ഇഞ്ച്. നമ്മൾ കഴിഞ്ഞ് കാണിച്ച അതേ അലമാരൻ്റെ അതേ ഇത് തന്നെയായിരുന്നു വരുന്നത്. ഇതിനും പലകയൊക്കെ കണ്ടില്ലേ, നമ്മൾ പലക നല്ല കാതെല്ലാം കരക്ക് കൊടുക്കുക. സാധനങ്ങൾ പൈസ തന്നതിനെല്ലാം മുതലുണ്ടാവും. അത് ഞാൻ ഗ്യാരണ്ടി തരാം. അതാണ് നമ്മളെ പ്രത്യേകത. പിന്നെ എന്താ വെച്ചാൽ, പിന്നെ അടുത്ത പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും, ഇപ്പം എൻ്റെ അടുത്ത് തന്നെ സാധനം എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എവിടെ പോയി എടുക്കുകയാണെങ്കിലും, നമ്മൾ കസ്റ്റമേഴ്സിനോട് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. എവിടെ പോയിട്ട് എടുക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മോഡൽ പറഞ്ഞില്ലേ, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്ടിലിറ്റി ഉണ്ട്. കണ്ടോ, ഈ സ്പേസ് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇവിടെയും ഫുള്ള് സ്പേസ് പോകണില്ല. കാണാൻ ഹൈറ്റിന് ഒത്ത ഉള്ളിൽ സ്പേസും ഉണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മളെ ഈ അലമാറിന്റെ. പിന്നെ ഈ ഉള്ളിൽ നിന്ന് വരുന്നത് ഇവിടെതാ മൊത്തം നമ്മള് പുറത്തോട് പോറ അലമാര വീതി വരുന്നത് 20 ഇഞ്ചാണ്. ഉള്ളിൽ നമുക്കൊരു 18 ഇതൊക്കെ കിട്ടും. നിങ്ങൾ എത്രയാണോ, ഇനിയിപ്പോൾ 16 ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ 20 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തുതരും കേട്ടോ. ഇതിന്റെ ഇപ്പോൾ 18 വരുന്നത് ഉൾവശം വരുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് കുറെ സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഇത്ര ഹൈറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്രേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഇവിടെ ഇത്രേ ഉണ്ടാവുള്ളൂ. ഉള്ളിലെ സ്പേസ് ഭയങ്കര കൺജസ്റ്റഡ് ആക്കാരം, കുറവാക്കാരം. അപ്പൊ അതൊന്ന് നല്ലോണം ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് മെയിനായിട്ട് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുമ്പോൾ നമ്മളെ അടുത്ത് തന്നെ എടുക്കണം എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. നമ്മളെന്താ വെച്ചാൽ, നമ്മൾ നിങ്ങൾക്ക് ഒരു അവയർനെസ് തരിക, അതാണ് നമ്മളെ ലക്ഷ്യം തന്നെ. എടുക്കുമ്പോൾ നിങ്ങൾ സാധനം എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇനി എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും, ഇപ്പോൾ ഈ അലമാര, ഈ വുഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ നമ്മളെന്താ വെച്ചാൽ, നമ്മൾ ലോങ് ടേം ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി വെക്കുന്നത്. ഒരു 2 കൊല്ലത്തിനോ 1 കൊല്ലത്തിനോ അങ്ങനെയൊന്നല്ലല്ലോ. നമ്മൾ കാണുമ്പോൾ പൈസത്തിന് ഒരുപാട് മുടക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ എടുക്കാൻ നോക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് എടുക്കുക. നമ്മൾ ലോങ് ടേം ആയിട്ടൊരു നമ്മളെ പൈസ ഡെഡ് മണി ആയി പോവുകയാണ്. നമ്മളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ല സാധനം എടുക്കുക. അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അടുത്ത എല്ലാവർക്കും ഒരു സംശയമായിരിക്കും, എന്ത് ഈ വുഡിൻ്റെ പ്രൊഡക്റ്റ് ആണോ അതോ ഇപ്പോൾ ബോർഡിൻ്റെ പ്രൊഡക്ട്സ് ഇറങ്ങുന്നുണ്ട് വില കുറവായിട്ട്, നല്ല കുറവായിട്ട്. പക്ഷെ നിങ്ങൾ അതിലൊക്കെ ഒരു ചതിയിൽ പെടുന്നുണ്ട്. അത് നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്താ പറയുക, നമ്മളിപ്പം ഒരു ബോർഡിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഏറെ എത്ര കൊല്ലം കിട്ടും നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്ത് നോൽക്കാറിയാം. ഒരു ബോർഡിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു 5 കൊല്ലം ഒരു ഗ്യാരണ്ടി പറയും. 5 കൊല്ലത്തിന് മുന്നേ അത് വെള്ളമായാലോ ഇതായാലോ ഒക്കെ പൊളിഞ്ഞു പോരും, വെള്ളമായ പൊളിഞ്ഞു പോരും. വുഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ വെള്ളമാവേ എന്തായാലും അതേപോലെ സാധനം എത്ര കാലം ഉണ്ടാവും. നല്ല വുഡിൻ്റെ കേട്ടോ ഞാൻ പറയുന്നത്. നല്ല വുഡ്, നല്ല നമ്മളെന്തായാലും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നല്ല വുഡ് വാങ്ങുക. നമ്മൾ ഈ അവിടെ വില കുറഞ്ഞിട്ടുണ്ട് ഇവിടെ വില കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേന് വുഡ് നോക്കിയെടുക്കാൻ മീൻസ് നമ്മൾ ഈ ഗ്രൈൻസ് കണ്ട വെള്ള കുറവില്ല എടുക്കുക. വെള്ളം ഉണ്ടാവരുത്, അപ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി കൂടുതൽ ഉണ്ടാവുക. നമ്മൾ ഈ വെള്ള ഉണ്ടാവുന്നതിനനുസരിച്ചാണ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയുക. ഗ്രൈൻസ് കൂടുന്നതിനനുസരിച്ച്, ഇപ്പോൾ ഈ ഗ്രൈൻസ് കൂടുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കൂടും, പ്രൈസും കൂടും. ആണ് മാറ്റം.
അപ്പൊ അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. പിന്നെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കൂടുതൽ സപ്പോർട്ട് ഉണ്ട്, വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഈ യൂട്യൂബിൽ നിന്ന് തന്നെ ഇപ്പം കുറേ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ ഒരു വീഡിയോ ആക്കി ചെയ്യണമെന്ന് ഇൻഷാല്ലാ ചെയ്യണമെന്നുണ്ട്. നമ്മൾ കൊണ്ടുപോയി വെക്കുന്നതും ഫിറ്റാക്കുന്നതും അതൊക്കെ വരും വീഡിയോകളിൽ നമുക്കായിട്ട് കാണാം. അതെന്തായാലും എടുക്കണം. പിന്നെ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു പോളിഷ് ചെയ്യാത്ത ഇതേ സെയിം മോഡലിലെ 3 ഡോർ വരുന്നത്. ഇത് പോളിഷ് ചെയ്യണതിൻ്റെ മുന്നേ ഇതും എടുക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇതേപോലത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ട പോലത്തെ വേറെ അലമാര പോളിഷ് ചെയ്യാത്ത ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ അത് കാണിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് പറയാമല്ലോ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സബ് ചെയ്ത് നമ്മളൊപ്പം കൂടുക. അതൊക്കെയാണ് പറയാമല്ലോ മെയിനായിട്ട്. ആവശ്യക്കാർ കൂടുതൽ ഇപ്പോൾ പുതിയ വീട് പണി നടക്കുന്നവർ അങ്ങനെ. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ നമുക്ക് മെയിനായിട്ടൊരു കാര്യം പറയാൻ കേട്ടോ, നിങ്ങൾ അപ്പം വെച്ച് കണ്ട് ഒരാഴ്ച കൊണ്ട് സാധനം തരണം അങ്ങനെ ഒന്നും പറയരുത്. നമുക്ക് എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് അല്ല ഉണ്ടാക്കാൻ ഒരു ടൈം മിനിമം നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആരെടുത്തായാലും നിങ്ങൾ ഒരു മാസം മുന്നേ ഇതിന് ഇറങ്ങണം. എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് അന്വേഷിക്കാനും പ്രൊഡക്റ്റിന് വേണ്ടി തിരയാനും ഇന്ന പ്രൊഡക്റ്റ് വേണം ഇന്നത് വേണം. ഒരു മാസം ക്യാപ്പ് തന്നാൽ നമുക്ക് അതിൻ്റെ വൃത്തിക്ക് ചെയ്യാൻ കഴിയുക. പെട്ടെന്ന് ഒരാഴ്ച എടുത്തുകാണ്ട് പെട്ടെന്ന് അതിനെ പിന്നെ സ്റ്റോക്കിലെ സാധനം ഉണ്ടാവും, അത് പെട്ടെന്ന് എടുത്തു തരാൻ കഴിയും. പിന്നെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയതുകൊണ്ട് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഉണ്ടാക്കുക കൊണ്ടുപോവുക കുറേ കടകളിലും വഴിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകും. അപ്പോൾ നമ്മളെ ഈ നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ച ഈ 2 ഡോർ അലമാരൻ്റെ പ്രൈസ് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും. അപ്പോൾ പ്രൈസ് നമ്മൾ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ആവശ്യമുള്ളവർ ഇതിൻ്റെ പ്രൈസ് അറിയണമെന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. പിന്നെ ഈ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കി എന്താ വെച്ചാൽ നമുക്ക് തെറ്റിപ്പോവില്ല. ഇത് കുറേ കോള് വരുന്നുണ്ട്. ഇത് ആരാ നാളെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിലും കൂടി മെസ്സേജ് അയക്കുക. കോൾ ചെയ്തോളൂ, അതിന് പ്രശ്നമല്ല. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വാട്സപ്പിലും കൂടെ മെസ്സേജ് അയച്ചാൽ നമുക്ക് ഭയങ്കര കൺവീൻസ്ഡ് ആവും പ്രൈസ് പറഞ്ഞെടുക്കാനും ഇതിനൊക്കെ. അപ്പോൾ പ്രൈസിനായിട്ട് എല്ലാവരും നമ്മളെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, വീഡിയോൻ്റെ ലാസ്റ്റും കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.